ആക്ഷേപങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നവരെ, മുശ്രിക്ക് എന്ന വിളി ആവർത്തിച്ചു കേൾക്കുന്നവരെ, കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ കെട്ടയിച്ചുവിട്ട റമദാനിന്റെ പരിശുദ്ധത ഉൾക്കൊള്ളാത്ത ആളുകളെ നിങ്ങൾ വിളിക്കുന്നു ഞങ്ങളുടെ മുശ്രിക്കുകളെന്ന്. ആദ്യം വിളിച്ചത് ഇഷ്ടക്കാരെ കണ്ട മൂപ്പര് വിഭാഗത്തിൻ്റെ ആൾക്കാരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് വിളിച്ചതാണ്. ഒരുപാട് ആവർത്തി മുശ്രിക്കുകളെന്ന് കേൾക്കുന്നവരെ എന്ന് ഇഷ്ടക്കാരെ വിളിച്ചു. അതിൻ്റെ ഇടയിൽ മൂപ്പരെന്തായി, ഇൽത്തിഫാത്ത് വന്നതാണ്. നേരെ കേന്നമുക്ക് ചാടി. റമദാനിൻ്റെ പരിശുദ്ധത കിട്ടാതെ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മാസത്തിൽ കല്യാണം ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ ഫുഖാഹ് പറയാനുള്ള കാരണം എന്തേനു, അത് ഇതേനു. കാരണം റമദാനിൻ്റെ പരിശുദ്ധതയോട് കൂടിയിട്ട് നവദമ്പതികൾ കല്യാണം കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കുട്ടി 10 ഗുണം 10 ഗുണം പറഞ്ഞ മാതിരി നല്ല സാഹചര്യത്തിലുണ്ടാകുന്ന കുട്ടിക്ക് അതിൻ്റേതായ ഗുണം ഉണ്ടാവുമല്ലോ, അതേനു. പക്ഷെ ഇയാൾ പറഞ്ഞത് ഇഷ്ടക്കാരോട് സമാശ്വസിപ്പിച്ചിട്ട് വിളിച്ചിട്ട് പറഞ്ഞത് കേന്നമുകാർക്ക് റമദാനിൻ്റെ പരിശുദ്ധത ഒന്നും കിട്ടിയിട്ടില്ല, ഇങ്ങോട്ട് അതുകൊണ്ടാണ് ഇവർ മുജാഹിദല്ല വിഷ്ടംകാരെ മുശ്രിക്കുകൾ എന്ന് വിളിച്ചത്. നീ കേട്ടോളൂ ഇയാൾ പറയണത്. ഞങ്ങൾ അങ്ങനെ തന്നെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകർ, ഞങ്ങളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് ചൊല്ലുന്നവരും, ആരെങ്കിലും ചൊല്ലാതെ പോകുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഒരാളത് ഉറക്കെ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവരൊക്കെ അങ്ങനെ ചൊല്ലി, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ. നിസ്കാര ശേഷം അഫ്ളൽ ദിക്ർ എന്ന് ഇമാമ് പറയുമ്പോൾ ഒച്ചത്തിലെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞങ്ങൾ ജുമഅക്കും ചൊല്ലും, ളുഹറിനും ചൊല്ലും, സുബൈക്കും അസ്റിനും മഗ്‌രിബിക്കും ചൊല്ലാറുണ്ട്. അങ്ങനെയുള്ള ഞങ്ങളെയാണ് നിങ്ങളെന്താക്കിയത്, മുശ്രിക്കുകൾ എന്ന് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾക്ക് ചൊല്ലി അതിൻ്റെ പൂതി തീരാത്തോണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി ഞങ്ങൾ 70,000 ദിവസം ദിക്റിന് വരണം എന്ന് പറഞ്ഞ് ആളുകളൊക്കെ വിളിച്ചും എല്ലാ പണിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചെല്ലണ സുന്നിയാളെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ മുശ്രിക്കുകളാന്ന് പറഞ്ഞില്ലേ. എൻ്റെ പൊന്നാര ബാലുശ്ശേരിയെ 30 ലക്ഷം ആൾക്കാർ ഹജ്ജിന് വന്നപ്പോൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് എന്നല്ലാതെ അവിടെ ആരെങ്കിലും പറഞ്ഞതിനെ പൊന്നാര പടപ്പേ, ഒരു ശരീക്ക് അല്ലാഹ്ക്കില്ല, ഞാൻ ഉത്തരം സ്വീകരിച്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉറപ്പിച്ച ആ തൽബിയത്തും ചെല്ലുന്ന 30 ലക്ഷം മുഅ്മിനീങ്ങളെ മുഖത്ത് നോക്കിയിട്ട് അതിൽ 25 മുശ്രിക്കീങ്ങളാണ് അവിടെ ഹജ്ജിന് വരുന്നത് എന്ന് എൻ്റെ കുട്ടി പറഞ്ഞില്ലേ. ആ വന്ന 25 ലക്ഷത്തിൽ എത്ര ആൾക്കാർ ഇപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും, ഓരോടൊക്കെ പൊരുത്തപ്പെടിച്ചിട്ടുണ്ടാവുമോ? ഓൽക്കുണ്ടാവില്ല ഈ സങ്കടമൊക്കെ. ഇത്ര സങ്കടപ്പെടുത്തേണ്ട ആണെങ്കിൽ ആ സങ്കടപ്പെടുത്തുന്ന സംഗതി തന്നെയല്ലേ മുമ്പും പറഞ്ഞിരുന്നത്. നിങ്ങൾ തന്നെ പറയും. അതെ, മരിച്ച മണ്ണോട് മണ്ണ് ചേർന്ന സാക്ഷാൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങളെപ്പോലും നിങ്ങൾ മുജാഹിദ് സക്കരിയ സ്വലാഹിൻ്റെ തൊള്ളോണ്ട് ഖുറാഫി എന്ന് വിളിച്ചിട്ടില്ലേ? ഇല്ലേ? എത്ര ഇമാമിങ്ങളെ കിതാബുകളെ നിങ്ങൾ പാള കിതാബ് എന്ന് പറഞ്ഞു, മണ്ണോട് ചേർന്ന് ഇമാമിങ്ങളൊക്കെ ഖുറാഫികൾ എന്ന് പറഞ്ഞു. എത്ര ആൾക്കാരെ പുരോഹിതന്മാർ എന്ന് പറഞ്ഞു കണ്ട അയിമത്തുകളൊക്കെ നിങ്ങൾ പരിഹസിച്ചു. അപ്പോൾ നീ മണ്ണോട് ചേർന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേനോ? എങ്ങനെ അയാളെ മാത്രം പാവായത് എനിക്ക് മനസ്സിലായില്ല. റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിൻ്റെ അരികിൽ ചെന്നിട്ട് ഇസ്തസ്കലി ഉമ്മത്തിക്ക ഫൈനഹും കത് ഹലക്കു എന്ന് പറഞ്ഞ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇയാൾ ഒപ്പിച്ച് പറഞ്ഞുണ്ടാക്കി. എന്ത്? ഖബറിൻ്റെ അടുത്തുനിന്ന് വന്നിട്ട് തൊട്ടടുത്തുള്ള ആൾ കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചാൽ അത് ശിർക്കാകൂല. അതേ സമയത്ത് ദൂരത്തുനിന്നും എവിടുന്നും എപ്പോഴും വിളിച്ചാൽ കേൾക്കുമെന്ന് വിശ്വാസം വരുമ്പോഴേ ശിർക്കാകുള്ളൂ എന്ന് പറഞ്ഞപ്പോഴല്ലേ കേന്നമാർ മുജാഹിദ് ഫൈസൽ മൗലവി മുശ്രിക്കിൻ്റെ ശിർക്കാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞത് അല്ലേ? അത് നല്ല തമാശ. അപ്പോൾ നാളിതുവരെ മുജാഹിദ് പറയാത്തൊരു കാര്യം ഫൈസൽ മൗലവി പറയുമ്പോൾ നാളിതുവരെയുള്ള മുജാഹിദീങ്ങൾ അയാൾ പറഞ്ഞത് ശരിയല്ല എന്നും അയാൾ ശിർക്കൻ വാദമാണെന്ന് പറയും. അത് സ്വാഭാവികമല്ലേ. അതിന് നിങ്ങൾ പാവം ഫൈസൽ മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പരിഹാരമാവില്ലല്ലോ. ഞങ്ങൾക്കും അതിലേറെ അറിയാം. കാരണം ഞങ്ങൾ
മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചെല്ലുന്ന ഞങ്ങൾക്കറിയാം അല്ലാഹു അല്ലാത്ത വേറൊരു ഇലാഹി ഇല്ലേ ഇല്ല. അത് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഹദ്ദാദ് ചെല്ലുമ്പോൾ 50 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാറുണ്ട്. അത് ചെല്ലുമ്പോൾ ഫഅലം അന്നഹു, ഉറപ്പിക്കണം, തീരുമാനം മാറ്റരുതേ, അള്ളാഹു മാത്രമാണ് ഇലാഹ്. ഇത് ഞങ്ങൾ ഹദ്ദാദിൽ 50 പ്രാവശ്യം ചൊല്ലും. നിങ്ങൾ ഹദ്ദാദിനെ നീർക്കോലിന്ന് മൂർഖം പാമ്പൊക്കെ ആക്കി ചിത്രീകരിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി, മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ഞങ്ങൾ പിടിച്ചു നിന്ന് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രമേ ഇലാഹുള്ളൂ എന്ന് തർപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ശിർക്ക് ചെയ്യൂല, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളെന്ത് പറഞ്ഞു? ഞങ്ങളെക്കുറിച്ച് മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജിന് വരുന്നത് എന്ന് പറഞ്ഞു. മുശ്രിക്കീങ്ങളായ സുന്നികളോടാണ് നമുക്ക് പ്രബോധനം നടത്താനുള്ളത് എന്നും എൻ്റെ കുട്ടിൻ്റെ തൊള്ളോണ്ട് തന്നെ വേക്കണ കാലത്ത് പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ വരും, നാളാഖിറത്തിൽ ഞങ്ങൾ പറയും റബ്ബേ ഞങ്ങൾ വ്യഭിചരിച്ചിരുന്നു എന്നല്ല ഇവർ പറയുന്നത്, ഞങ്ങൾ പലിശ കൊടുത്തു എന്നല്ല പറയുന്നത്, നിന്നിൽ പങ്കു ചേർത്തു, ഏതൊരു വായുവും വെള്ളവും ശ്വസിച്ച് നിനക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിച്ചുവോ. 70,000 വട്ടം തെഹ്ലീൽ ചൊല്ലിയ, ദിവസം 50 പ്രാവശ്യം ഹദ്ദാദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്ന 5 ഭക്തിനും 10 പ്രാവശ്യം വീതം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, അങ്ങനെ 50 വേറും. ഇങ്ങനെ ഞങ്ങളുടെ പിന്നെ എല്ലാ സന്ദർഭ ദിക്ർ ഹൽക്കലുകളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, യാ റഹ്മാൻ യാ അല്ലാഹ്, നൂറുൽ ഈമാൻ, ഇങ്ങനെ റബ്ബുമായി ബന്ധപ്പെട്ട് ദിക്റുകളും സ്വലാത്തുകളുമായി കഴിയുന്ന ഞങ്ങൾക്ക് തൗഹീദ് നഷ്ടപ്പെടുന്നത് വല്ലാത്ത ബേജാറുണ്ടാവുകയും എല്ലാ വക്തിലും നിസ്കാരത്തിലും വമാ അന മിനൽ മുശ്രിക്കീൻ, ഞങ്ങൾ മുശ്രിക്കീങ്ങളല്ല അല്ലാഹ്, വ അന മിനൽ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് അല്ലാഹ് എന്ന് പറയാൻ ഊറ്റം കൊള്ളുകയും ഞങ്ങളുടെ മദ്രസയിലെ മുഴുവൻ കുട്ടികൾക്കും ഈ വജ്ജഹത്ത് ഇങ്ങനെ തന്നെ പഠിപ്പിക്കുകയും ചെയ്ത സാധുക്കളായ ഞങ്ങളെ ഇവർ തൗഹീദില്ലാത്തവരാണ്, മുശ്രിക്കീങ്ങളാണ് എന്ന് പറഞ്ഞതിൽ വല്ലാത്ത വിഷമമുണ്ട് അല്ലാഹ് എന്ന് ഞങ്ങളും ആഖിറത്ത് പറയും. ഞങ്ങൾ ഉസ്താദുമാർ 100 കണക്കിനല്ല, അതിൻ്റെ അപ്പുറത്തിലേക്ക് വാദിച്ചിട്ട് പിന്നെ മുഖാമുഖം നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി. ഈ അക്രമകാരികൾ ഞങ്ങൾ വിളിക്കുന്നു മുശ്രിക്കെന്ന്. അപ്പോ ഇപ്പം വേദന ഉണ്ടോ? ആദ്യം വേദന ഇല്ലേനും, ഇപ്പം വേദന ഉണ്ടായി. അപ്പോൾ വേദന ഇല്ലാത്ത ആൾക്ക് വേദന ഉണ്ടായല്ലേ? എന്താ ഇപ്പം വേദന ഉണ്ടായത്? നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നി. ഇങ്ങോട്ടും വേറെ ആളുണ്ടാക്കിയ ഓല തൗഹീദ് അനുസരിച്ച് നിങ്ങൾ മുശ്രിക്കീങ്ങളാണ്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ മുശ്രിക്കീങ്ങളാണ്. അപ്പോൾ എന്തിനാ നിങ്ങൾ വേദനപ്പെടണം? ഇതേ വേദന നിങ്ങൾ വേറെ ആരൊക്കെയോ മുശ്രിക്കീങ്ങളാക്കിയിട്ടുണ്ടോ? ഓൽക്കുണ്ടാവൂലേ? ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? വേദനയുണ്ട്. കേന്ദ്രമിന്റെ നേതൃത്വം സടകുടഞ്ഞ് എഴുന്നേറ്റില്ലെങ്കിൽ ഉപ്പുവെച്ച കലം പോലെ എടുക്കാനും തൊടാനുമില്ലാത്ത പാർട്ടിയായി നിങ്ങൾ മാറും. അതെ, മുശ്രിക്കീങ്ങളല്ലാത്തവരെ മുശ്രിക്കീങ്ങൾ എന്ന് വിളിച്ചാൽ അവർ ഉപ്പ് തൊട്ട കലം പോലെ എടുക്കാനും തൊടാനും പറ്റാത്തതായി മാറും. അത് വിഷ്ടം ഗ്രൂപ്പിനും ബാധകമാണ്, കഷ്ടം ഗ്രൂപ്പിനും ബാധകമാണ്, കേന്നമിനും ബാധകമാണ്, മർക്കസുലിതായ്ക്കും ബാധകമാണ്, ഏത് ടീമിനും ബാധകമാണ്. ഉഷാറായിട്ടുണ്ട് നിങ്ങളുടെ ഉപദേശം. താങ്ക് യു.